ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു നമ്മൾ ഓരോ ക്യാരക്ടേഴ്സ് നമുക്കായി കണക്ട് ആയിട്ടുള്ള ആളുകളുണ്ടോ എന്ന് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്ത് അങ്ങനെ നോക്കി ചെയ്ത ഏതെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? ഉണ്ട്. ചുരുളി സിനിമയിൽ അതിനകത്തൊക്കെ എൻ്റെ നാട്ടിലുള്ള ഒരു ചേട്ടനാണ്. ഞാൻ വീട്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഈ അതിന് പറയുന്ന അനർത്ഥവാക്കുകളല്ല എന്നെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരെ വീട്ടുപേര് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അച്ഛനൊന്നും ഇങ്ങനെ അല്ലായിരുന്നു എന്നും പറഞ്ഞൊരു മക്കളോ ആരെങ്കിലും പരാതിപ്പെട്ടു ഇന്നത്തെ കാലം അറിയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ ഒരു അഡ്രസ്സ് ചെയ്യുന്നില്ല. ഞാൻ കാണുന്ന ഒരു ചേട്ടനാണ് ആ ചുള്ളി. അത് നമ്മളെടുത്തിട്ട് ഒന്ന് ചിന്തറിട്ട് ഇതിലേക്ക് മിനിക്ക് പിറകി എടുക്കും. ഏത് പടം ചോദിച്ചു? എല്ലാ പടത്തിലും അങ്ങനെ. അതെ. അപ്പം ഞാൻ ചോദിച്ചത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് ഒരാളെ കണ്ടുപിടിക്കാൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. എങ്ങനെ കഷ്ടപ്പാട്? ലൈക്ക് ഒരു ക്യാരക്ടർ കൈ കിട്ടിയപ്പോ ഇയാളെ പോലെ അയ്യോ ആരും ഇല്ലല്ലോ. ഇല്ല, എല്ലാവരും ഉണ്ടെന്ന്. നമ്മൾ സിനിമയിൽ കാണുന്ന കഥാപാത്രങ്ങളെല്ലാം ഈ നമ്മുടെ നാട്ടിലുള്ള, അല്ലാതെ ഒരു അമാനുഷ്യ മനുഷ്യനെ അല്ലെങ്കിൽ ഫാൻഡം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ജീൻസിന്റെ മുകളിൽ സൂപ്പ് ജെട്ടിയൊക്കെ ഇട്ടുണ്ടാക്കണല്ലേ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ളതാണോ? അല്ല. അല്ലാതെ ഞാനുണ്ട്, താനുണ്ട്, ഇതായിരിക്കുന്ന ക്യാമറ സാറുണ്ട്, ഇവരൊക്കെ ഉള്ള അങ്ങനെ ആരെങ്കിലും പിടിച്ചാൽ പോരും. അതേ ഉള്ളൂ. അല്ലാതെ ഇല്ലാത്തൊന്നുമില്ല കേട്ടോ. ഈ നാട്ടിലുള്ള നമ്മുടെ ഈ ലോകത്തുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഓരോ നടന്മാരും വർക്ക് ചെയ്യുന്നതെന്ന് എൻ്റെ വിശ്വാസം. അല്ലാതെ വേറെ ഒരു രാജ്യത്ത് അല്ല വേറെ ഒരു സ്ഥലത്തുനിന്ന്. എവിടെന്നാ വേറെ സ്ഥലം? ഈ ലോകത്തുനിന്ന് ഞാൻ പറഞ്ഞു. അതൊക്കെ ഉള്ളതൊക്കെയാണ്. പിന്നെ അവരൊക്കെ പിന്നെ ചില നടന്മാർ അവരുടേതായ കാഴ്ചപ്പാടിലൂടെ ഒരു കഥാപാത്രത്തെ കൊണ്ടുവരും. അങ്ങനെ ഒരാൾ കാണണമെന്നില്ല. അങ്ങനെ ഒരാൾ കാണണമെന്നില്ല. അങ്ങനെ കൊണ്ടുവന്ന് അഭിനയിക്കുന്നവരുണ്ട്. അതൊക്കെ മെഗാ എന്നൊക്കെ പറയും. ആ മെഗാ പാർട്ടികളാ അതൊക്കെ, നമ്മളല്ല. മനസ്സിലായില്ല ആരൊക്കെയെന്ന്? അങ്ങനത്തുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവരേതായ രീതിയിൽ കഥാപാത്രത്തെ കിട്ടി കഴിയുമ്പോഴത്തേനും അവർ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെ ഒരാളില്ലാത്തായിരുന്നു. അവർ പഠിച്ചിട്ട് അവർ വിജയകരവും. അത് അവരുടെ കഴിവ്. ഞാൻ അങ്ങനെ എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഇങ്ങനെ റൂട്ടിൽ പോവുക.